എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടക മാസത്തിൽ 10 ഇല തോരൻ വെക്കണമെന്നാണല്ലോ. അപ്പോൾ 10 ഇലയില്ലെങ്കിലും നമുക്ക് ഒരില തോരൻ വെക്കാം. നമ്മൾ സാധാരണ ചേമ്പിൻ്റെ ഇലയാണ് ഇന്ന് തോരൻ വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചേമ്പിൻ്റെ ഇല തോരൻ വെക്കുന്നത്? നമുക്കിന്ന് ഇച്ചിരി ചേമ്പല തോരൻ വെക്കാവേ. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ചേമ്പല ഒന്ന് ഒടിച്ചെടുക്കുകയാണ്. ഞാനിത് നട്ടു വെച്ചേക്കുന്ന ചേമ്പലയാണ്, നമ്മൾ തോരൻ വെക്കുന്ന ചേമ്പാണേ. ഇതുണ്ടോ, ഇതിനൊത്തിരി ഇങ്ങനെ പൊട്ടിക്കിളുത്തോളത്തോടി ഞാനിതൊരു ഗ്രോ ബാഗിനകത്ത് നട്ടു വെച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ തണ്ടും ഇതുണ്ടോ, ഈ തണ്ടും ഇലയെല്ലാം കൂടെ കൂട്ടിയൊന്ന് മുറിച്ചെടുക്കാവേ. അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ നമ്മുടെ ചേമ്പിൻ്റെ ഇല നല്ലപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ തണ്ട് അങ്ങോട്ടൊന്ന് അരിഞ്ഞു വെച്ചതാണ്. ആ തണ്ടുമൊക്കെ നല്ല ഒരു കുഴപ്പമില്ല, എല്ലാം അതിൻ്റെ മൊത്തം എല്ലാം നമുക്ക് ഉപയോഗിക്കും. ഇപ്പം ഞാൻ ഈ ചേമ്പിൻ്റെ ഇലയൊന്ന് നന്നായിട്ട് ഇങ്ങനെ കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ. ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഞാനിത് 3 ഇലയാണ് എടുത്തിരിക്കുന്നത്. ആ 3 ഇല നല്ലപോലെ ഒന്ന് കൂട്ടിപ്പിടിച്ച് നമ്മൾ ഈ മത്തയിലൊക്കെ അരിയല്ലേ, ചീരയൊക്കെ അരിയുന്നത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. ഇതെങ്ങനെ നമ്മുടെ ചേമ്പ് ചീര നല്ലപോലെ അരിഞ്ഞ്, ഇത് നമ്മൾ പുഴുങ്ങി തിന്നുന്ന ആ ചേമ്പൊന്നും അല്ല, നമ്മൾ തോരൻ വെക്കുന്ന ഒരു സൈസ് ചീര ചേമ്പാകും കേട്ടോ. ഇതിന് വിത്തുണ്ടാവുമൊന്നുമില്ല. നമ്മളിങ്ങനെ ഈ കിളിപ്പ് പൊട്ടി വരുന്നത് നമ്മൾ എടുത്തെടുത്ത് മാറ്റി നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ ഉണ്ടാകും. നല്ല ടേസ്റ്റാണ് ഇതിന് തോരൻ വെച്ച് കഴിയുമ്പോൾ. പിന്നെ നമുക്കിന്ന് തോരൻ വെക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് നമ്മുടെ ചേമ്പലച്ചീര തോരൻ വെക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 5 കൊച്ചുള്ളി, ഒരു 2 നമ്മുടെ പച്ചമുളകും കൂടെ അരിഞ്ഞത് ചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ചീര വെക്കുന്ന പോലെ തേങ്ങ ഒതുക്കിയിട്ട് വെക്കാം. ഞാൻ അങ്ങനെയല്ല, ഞാനൊരു വേറൊരു രീതിക്കാണ് വെക്കുന്നത്. ഇതാണ് നല്ല ടേസ്റ്റ് ഇത് വെച്ച് കഴിഞ്ഞു. ഞാനൊരു 1/4 മുറി തേങ്ങ അതിനകത്തേക്ക് ചിരണ്ടിയത് ഇട്ട് കൊടുത്തു. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് കുറച്ചിട്ടാൽ നമ്മുടെ ചീര പെട്ടെന്ന് അങ്ങ് തീ കത്തുമ്പോഴത്തേക്ക് അങ്ങോട്ട് കുറഞ്ഞു പോകുന്നുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തണ്ടും ചേമ്പലയും കൂടെ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഈ തേങ്ങയും ഈ മുളകും ഉള്ളിയും ഉപ്പും എല്ലാം കൂടെ പിടിക്കുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഞെരടി. ഇത് കണ്ടോ, മഞ്ഞൾപ്പൊടി വേണ്ടിയവർക്കിടാം, ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു വിഷാംശം ഒന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ നട്ടിട്ട് നമ്മുടെ തന്നെ പറിച്ചെടുക്കുന്നല്ലേ. ഞാൻ ഇതിനകത്ത് ഒരു വളവും ചേർത്തിട്ടില്ല കേട്ടോ. ചുമ്മാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. ചാണകപ്പൊടി പോലും നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തില്ല. ചുമ്മാ കൊണ്ടൊരു ഗ്രോ ബാഗിനകത്ത് നട്ട് വെച്ചു. ഇതുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒന്നും ഒഴിക്കണം. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുമുണ്ട്. ചേമ്പലയാണ്, ചൊറിയുമോ എന്നൊന്നും ആരും പേടിക്കേണ്ട. നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതുണ്ടോ. അപ്പം ഞാനിത് നല്ലപോലെ എല്ലാം ഇതിനകത്ത് തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും നമ്മുടെ ചേമ്പലക്കകത്ത് വെള്ളമുണ്ട്. അപ്പോൾ നമ്മളിത് അടുപ്പേ വെക്കുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ നമ്മൾ അടച്ചു വെക്കുന്ന ആവിവെള്ളം എല്ലാം ഇറങ്ങി ഇത് വേകും. നമുക്കിനി ഒന്ന് അടുപ്പേ വെക്കാവേ. നമുക്ക് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇനിയിപ്പം ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ. വെള്ളം ഒഴിച്ചില്ലായതുകൊണ്ട് അതിനകത്ത് നടക്കുന്ന വെള്ളമൊക്കെ ആയിട്ട് അത്യാവശ്യം വെള്ളമുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. ഇതേ നമ്മുടെ ചേമ്പലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതേ 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ടോ കുഴഞ്ഞു പോവുമോ അളിഞ്ഞു പോവുമോ ഒന്നുമില്ല. ഇതുകൊണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ ചീരത്തോരനൊക്കെ പോലത്തെ തന്നെ നല്ല അടിപൊളി ഒരു തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു 1/4 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. എന്നാലും നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളിതിനകത്ത് കടുകൊന്നും വറക്കാത്തതുകൊണ്ട് നമുക്കൊരു 1/4 സ്പൂൺ പച്ച വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. അത് വാങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. നല്ല കുഞ്ഞുള്ളി ചേർത്ത് തോരൻ വെക്കണം. സവോള ചേർത്താൽ ഒരു മധുരമായിരിക്കും. നല്ല ഉള്ളി തന്നെ ഇട്ട്, ഉള്ളി നല്ല എരിവുള്ള മുളകും ഇട്ട് തോരൻ വെക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഒത്തിരി ഒന്നും വേണ്ട, ശകലം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല കറി അങ്ങ് നല്ല വെള്ളമൊക്കെ എന്താ പറയുക നല്ലപോലെ തോർന്ന് വരുമ്പോൾ നല്ല നമ്മൾ ഈ മുട്ടയൊക്കെ പൊരിച്ചിട്ട് മറിച്ചിടുമ്പോൾ ഒരു മണം വരികയല്ലേ, അതുപോലത്തെ നല്ല അടിപൊളി ഒരു മണമൊക്കെ ആട്ടോ വരുന്നത്. അത്രയും ടേസ്റ്റുമാണ്, നല്ല അടിപൊളിയാണ്. നോക്കട്ടെ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെ ഇത് ഞാനിവിടെ തോരൻ വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തോ എല്ലാവരെയും കാണിക്കാം ഇങ്ങനൊരു വീഡിയോ എന്നോർത്തുകൊണ്ട് എടുത്താൽ കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് തോരൻ വെക്കും. ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ ഒരു വയലറ്റുണ്ട്, ഈ പച്ചയുണ്ട്, ഇങ്ങനെ വെറൈറ്റി ഉണ്ട് നമ്മുടെ വീട്ടിൽ. ഇത് എങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചേമ്പല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പം ഇതൊരു ചെറിയൊരു കുഞ്ഞ് തണ്ട് കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഒരു ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ മണ്ണിനകത്തോ വെച്ചാൽ അത് ഇഷ്ടം പോലെ നമുക്കൊരാഴ്ച 2-3 പ്രാവശ്യം നമുക്ക് തോരമ്പോൾ കാണാം. ഇഷ്ടം പോലെ നല്ല വിഷമില്ലാത്ത ഒരു ഇലക്കറി ആയിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റാണ്. ചൊറിയുമോന്നൊന്നും ആരും പേടിക്കേണ്ട, അങ്ങനെയുള്ള ഒരു സംഭവം ഇതിനകത്തില്ല. നല്ല അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെയല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മൾ മറ്റേ ചീര തോരൻ വെക്കുകയല്ലേ, നമ്മൾ തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെ വേണേലും വെക്കാം. അതിനേക്കാളും ടേസ്റ്റ് ഈ ചേമ്പ് ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.